എന്നെ അവസ്ഥയല്ലേ. കുറെ നാളായിട്ട് വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഇന്നെങ്കിലും നന്നായേക്കാം, ഇന്നോട്ടെങ്കിലും നന്നായേക്കാം എന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് ജിമ്മിൽ പോയതാ. തിരിച്ചു വരുന്ന വഴിക്ക് കിട്ടി പെനാൽറ്റി 1500 രൂപ. ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വന്നപ്പം റോട്ടിലേക്ക് നോക്കുമ്പോൾ നേടെ നിൽക്കുന്നു ക്യാമറ പിടിച്ചുകൊണ്ട് പോലീസുകാർ. ഇതിനു മുമ്പ് കിട്ടിയ ഒരു 1500 രൂപ അടയ്ക്കാതെ എങ്കിൽ പിന്നെ അടച്ചേക്കാം, ആ പൈസ അടച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ രണ്ടാമത്തെ 1500 കിട്ടി. 1500, 3000. അമ്മേ. അതും 73 കിലോമീറ്റർ സ്പീഡിൽ വന്നതിനും ആദ്യത്തേത് 66 കിലോമീറ്റർ സ്പീഡ് വന്നതിനും. കാറുകാർക്ക് മാത്രം സ്പീഡിൽ പോയാൽ മതിയോ? ബൈക്കുകാരുടെ സ്പീഡ്, ബൈക്കുകാർക്ക് ഒരു 80 കിലോമീറ്റർ സ്പീഡാക്കാൻ എന്തെങ്കിലും ഒരു സാധനമുണ്ടോ? ഞങ്ങൾ ഈ കുത്തിക്കയറ്റി സ്പീഡിൽ പോകുന്നതുകൊണ്ടല്ല. ഇതിപ്പോൾ ഒരു 350 cc ഒക്കെ ഉള്ള ഒരു വണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വണ്ടിയിലുള്ള ഒരു വണ്ടി നമ്മൾ ഈ 5th ഗിയറിൽ ഇട്ടിട്ട് പയ്യെ പോരുന്നതാണ്. നിങ്ങൾ അല്ലാതെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് പോരുമല്ല, നമ്മളിങ്ങനെ പയ്യെ കുട്ടു 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 എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റേ പോരുക. അപ്പോൾ 60-70 നമ്മൾ അറിയുന്നില്ല. അല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞ് വരുമല്ല, നമ്മൾ പയ്യെ കുട്ടു 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 ആ സൗണ്ട് എൻജോയ് ചെയ്ത് പയ്യെ വരുമ്പോൾ നമുക്ക് 5th ഗിയർ ഇടണമെങ്കിൽ മിനിമം ഒരു 60 കിലോമീറ്റർ സ്പീഡിൻ്റെ മണ്ടയിലുണ്ടെങ്കിലാണ് നമുക്ക് 5th ഗിയർ ഇടാൻ പറ്റുള്ളൂ. അതും നല്ല കേരളത്തിൽ ഇത്രയും നല്ല റോഡുണ്ടാക്കി വെച്ചെന്നാണല്ലോ പറയപ്പെടുന്നത്. നമുക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ, വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി നല്ല റോഡുകൾ ഉണ്ടാക്കുന്നു എന്നാണ് എല്ലാ പാർട്ടിക്കാരും അവകാശപ്പെടുന്നത്. അപ്പം നല്ല റോഡ് ഉണ്ടാക്കുന്നത് എന്തിനാ? നമുക്ക് ഗട്ടർ ചാടാതെ പോകാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാന്ന് പറഞ്ഞാൽ അക്രമ സ്പീഡ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു സ്പീഡിൽ, ഒരു സോഷ്യലി ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സ്പീഡിൽ ഒരു വണ്ടി ഇല്ലാത്തപ്പോൾ ഒരു 60 വണ്ടിയിൽ ഒരു ബൈക്കുകാരൻ കയറി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്കും വേണ്ടിയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ കൊടിവെച്ച കാറിൽ പറന്ന് പോകുമ്പോഴും അത് കാറിലാണ്, സേഫ്റ്റി ഉണ്ട്, സേഫ്റ്റി വിത്ത് എസ്കോട്ട്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ. ബൈക്കിൽ പോകുന്നവർ ഉരുണ്ട് വീഴും, വേറെ ആൾക്കാരെ വന്ന് ഇടിക്കാനും ബൈക്ക് ഇടിച്ച് മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടിയാണ് അവർ സ്പീഡ് നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഫൈൻ അടച്ച് മര്യാദയ്ക്ക് 60 എത്ര നല്ല റോഡാണെങ്കിലും നിങ്ങൾ 4th ഗിയറിൽ പോലും ഇടില്ല. 3rd ഗിയറിൽ ഒരു CC കൂടിയ ബൈക്കുള്ളവർ 3rd ഗിയറിലൊക്കെ ഇട്ട് 3rd ഗിയറിലോ 2nd ഗിയറോ പറ്റിയ ന്യൂട്രൽ തന്നെ പോരുക. ന്യൂട്രലൊക്കെ പോകുന്ന ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് ബൈക്ക് ഓടിക്കാവുള്ളൂ. ഓക്കെ, എൻ്റെ പൊന്നളിയ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഓടിച്ചതല്ല. ഞാനിങ്ങനെ പറന്ന് പോയി അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സ്പീഡ് പോകുന്നൊരു വ്യക്തിയല്ല ഞാനിങ്ങനെ പയ്യെ കുട്ടു 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 എന്ന് പറഞ്ഞ് പോരുന്നതാണ്. ഈ ചെല്ലാൻ അടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് 60 കിലോമീറ്റർ സ്പീഡിലാന്ന് പറഞ്ഞത്. അല്ലാതെ ഞാനിങ്ങനെ പറപ്പിച്ച് പോരുന്ന ആളെ അല്ല. വിഷമം കൊണ്ട് പറഞ്ഞു 1500, 3000 പോയി. അതും ഇത്തവണ പോയി നന്നായേക്കാം എന്ന് വിചാരിച്ച് ജിമ്മിലൊക്കെ പോയി